ഹായ്. ഹായ്. ഇന്നലെ മെയ് 1 റിലീസ് ചെയ്ത മമ്മൂക്കാന്റെ പാട്രിയോട്ട്. പാട്രിയോട്ട് കണ്ടു. മഞ്ചേരി എവിടെ കണ്ട്? ദേവകി. ദേവകി സിനിമാസ്. രാത്രി 9 മണിന്റെ ഷോ ആണ് കണ്ടത്. ഹൗസ്ഫുൾ ആയിരുന്നു. ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഈ മൂവി കാണുന്ന ഒരാളും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ളൊരു കോംബോ, ഒരു മാസ് മസാല ആക്ഷൻ പടം എക്സ്പെക്ട് ചെയ്തേ പോകാൻ പാടില്ല. എൻഡറിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവും. അതായത് ഒരാൾ ഇങ്ങോട്ട് അടിക്കുന്നു, വേറെ ഒരാളുണ്ട്. അതൊരു 2020 അല്ലെങ്കിൽ ഫൈറ്റ്. അതെ, 2020 അല്ലെങ്കിൽ മറ്റേ ഹരികൃഷ്ണൻസ് ഹരികൃഷ്ണൻസ് ഇതുപോലുള്ള അങ്ങനത്തെ മൂവീസ് ഒന്ന് കാണുന്ന ആ പോലെ ഒരു ജോണറേ അല്ല. അല്ല. എൻ്റയർലി ഡിഫറെന്റ് ആണ്. അതൊരു മെത്തേഡിക്കൽ, ഒരു ഗ്രൗണ്ടഡ്, ഒരു സ്പൈ ത്രില്ലർ എന്നൊക്കെ പറയാം. അതായത് അതിനൊരു സോഷ്യൽ, എന്താ പറയാ, ഒരു രക്ഷപ്പെടുന്ന ഒരു സർവൈലൻസ് ത്രില്ലർ എന്നൊക്കെ പറയും. കുറെ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോബൻ, രേവതി, നയൻതാര, അല്ലെ? രേവതി, നയൻതാര, അങ്ങനെ വൺ ഓഫ് കുറെ കുഞ്ചാക്കോവന്. ലീഡിങ് ക്യാരക്ടേഴ്സ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് എഴുതിയിട്ടുള്ളതും ഡയറക്ടർ ചെയ്തിട്ടുള്ളതും. അപ്പൊ ആ ഒരു ഡയറക്ഷനൊക്കെ, ടെക്നിക്കൽ ടേംസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രെയിം ടു ഫ്രെയിം വർക്ക്സ്, ഒരുപാട് സ്ഥലത്ത് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റോറി എന്താ വെച്ചാല് കൂടുതൽ നമുക്ക് കുറച്ച് മെച്യൂർ ആയ ആളുകൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഇപ്പൊ റീസെന്റ് റിലീസ് ചെയ്ത വാഴക്കൊക്കെ അക്സെപ്റ്റൻസ് കിട്ടാണ്, അല്ലെങ്കിൽ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുള്ള. പക്ഷെ അത് പെട്ടെന്ന് സാധാരണക്കാർക്കാണെങ്കിലും എല്ലാ ആളുകളും, അത് നമ്മളെ എല്ലാ genre ലൈഫിൽ, ആളുകൾക്കും അതായത് ലൈഫിൽ എപ്പോഴും നടക്കുന്ന ഓരോ സംഭവങ്ങളാണ്. പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് വെച്ചപ്പോൾ ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ അതിലൊരു ക്യാരക്ടർ ആയിരിക്കും. അതെ, നമ്മളെ അതെ, അതെ. ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 ഇതെന്താ വെച്ചാൽ ഇത് ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. അതായത് കണക്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ യൂസ് ചെയ്യണത് നമ്മളെ എല്ലാം അവര് വേറൊരു ഭാഗത്ത് ഇരുന്നിട്ട് എല്ലാരും ഇത് റെക്കോർഡ് ചെയ്ത് ഉം. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവുകയാണ്. അവര് നമ്മളെ എല്ലാ കാര്യങ്ങളും അവര് കാണുകയാണ്, അറിയാണ് എല്ലാം. അതായത് അവര് നമ്മളെ ഓരോ രാഷ്ട്രീയത. വിധത്തിലായിട്ട് ഇത് ആപ്പുകളായിട്ടും നമ്മൾ ഡെയിലി ഇപ്പോ ഫണ്ടിങ്ങിന്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ അവര് ലോക്കാക്കുകയാണ്. അതെ. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലോണിലേക്ക് നമ്മൾ ചാടി ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മളിപ്പോ മൊബൈലിൽ നമ്മളിപ്പോ ഈ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന പോലെ നെക്സ്റ്റ് 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 വന്ന് 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 നമ്മളൊരു മിഡിൽ ഉള്ള ആളുകളെ മുഴുവൻ അവര് എങ്ങനെ ലോക്കാക്കി. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടെക്നോളജി ബേസ്ഡ് ടെക്നോളജി ആണ് കഥ പറയുന്നത്. അതായത് കൂടുതൽ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളെ നമുക്ക് അതിൽ നിന്ന് കണ്ടിട്ടുള്ള, ഇപ്പോ അജീഷ് ബൈക്കിൽ എനിക്കായാലും മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം സമകാലിക കാലത്ത് ഏറെ പ്രൈവസിയെ കുറിച്ച്, പ്രൈവസി നഷ്ടപ്പെടുന്നതാണ്. അതായത് സമകാലിക കാലത്ത് ഏറെ പ്രസക്തിയുള്ള, അതായത് ഒരു സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. നമ്മൾ ആരും ഇവിടെ സെക്യൂർ അല്ല. ഏത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ ദ സെൻസ് ഈ ഡിജിറ്റൽ ലോകത്ത്, അതായത് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് വാച്ചുകൾ, ലാപ്ടോപ്സ്, അങ്ങനെ ഒരുപാട് ഗാഡ്ജറ്റുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം സേഫ് ആണോ, സെക്യൂരിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം പ്രൈവസി ആണോ ഈ ലോകത്ത്, അല്ലെങ്കിൽ വേറൊരാള് നമ്മളെ പ്രൈവസി അല്ല. ശരിക്കും തന്നെ ഇതിന്റെ ആ ഒരു രാഷ്ട്രീയം, സിനിമയുടെ രാഷ്ട്രീയം അതാണ്. അതായത് നമ്മുടെ സ്വകാര്യത എത്രത്തോളം സേഫ് ആണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാം, ആരും ആരൊക്കെ കാഴ്ചോട്ടിലാണെന്നുള്ളൊരു ഇത്. പിന്നെ നൈതിക കഥ, ഇതൊക്കെയാണ്. അതായത് രാഷ്ട്രത്തിന് വേണ്ടി ഒരു സാധാരണക്കാരന്റെ ജീവിതം പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എത്രത്തോളം സേഫ്റ്റി ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്റ്റോറി പറയുന്നത്. പിന്നെ കൂടുതൽ നിങ്ങളത് കാണാൻ സ്പോയിലാക്കുന്നില്ല. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കാണാനായിട്ട് മമ്മൂട്ടി തന്നെയാണ് അതിൽ ഫുൾ ഫ്ലഡ്ജുള്ളത്. അതെ, അതെ, അതെ. മമ്മൂട്ടിനും പിന്നെ അതല്ല, മമ്മൂട്ടിനെയും മോഹൻലാലിനെയും കണ്ടിട്ട് പടം ആസ്വദിച്ച് പോവാന്ന് വിചാരിച്ചാല് തെറ്റിപ്പോകും. അതായത് ഇതിന്റെ ഒരു വേറൊരു പിന്നാമ്പുറം എന്താ ചേട്ടാ, ഇപ്പോ മോഹൻലാൽ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെക്ടറാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിൽ ഒരു മാർക്കറ്റ് ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അപ്പോൾ ഈ ഒരു മൂവിയിൽ മോഹൻലാൽ പോലത്തെ ഒരാളിനെ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ പുള്ളിക്കൊരു ഇത് കൊടുത്തിട്ട് രീതിയിൽ, ഒരു പഞ്ച് കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരുന്നു. ഐ മീൻസ് ഇൻ ദ സെൻസ് യൂട്ടിലൈസ് കുറച്ചും കൂടെ ചെയ്യായിരുന്നു എന്നുള്ളത് തോന്നി. അതായത് ഒരു നോർമൽ ഒരാളൊരു ക്യാരക്ടർ വന്ന് ചെയ്തു പോയ പോലെ പേഴ്സണലി എനിക്ക് തോന്നി.
ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള പെർസ്പെക്ടീവ്സ് ഉണ്ടാവും. അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും മോഹൻലാലിനെ പോലത്തെ ആളുകൾ, അത് അവർ ഈ മൂവിയിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്നും കൂടെ ഒക്കെ മോഹൻലാലിനെ ഒന്നുകൂടി യൂസ് ആക്കാമായിരുന്നു തോന്നി. പിന്നെ ഇത് ഒരു കൂട്ടം മോഹൻലാൽ ആരാധകർക്കും ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് നിങ്ങൾ മൂവി കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാം. പിന്നെ വൺസ് ഇങ്ങനത്തെ മൂവികളൊക്കെ മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളതല്ലേ അതൊരു നല്ലൊരു ഒരു നേട്ടം അപ്രിഷിയേറ്റ് ചെയ്യാൻ നേട്ടം പറ്റുന്ന കാര്യം. തന്നെയാണ്. കാരണം നമ്മളൊരു ഹോളിവുഡ് രീതിയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഓരോ ഫൈറ്റ് സീന്, കുറച്ച് ചില സ്റ്റൺസ്, ചില ഫ്രെയിം വർക്കുകൾ, ലാസ്റ്റ് സീനോ ടെക്നിക്കൽ വൈസ് മച്ച് ബെറ്റർ ആണ്. എന്റെ അഭിപ്രായത്തില് ലാസ്റ്റ് സീന് പൂത്തിരിയത്തിന് കുറച്ചൊക്കെ ഒരു ഇതായി, അത് കുറച്ച് ബോറായി എനിക്ക് കണ്ടിട്ട് ലാസ്റ്റ് സീനൊക്കെ ഒരു ഭയങ്കര മറ്റേ തമിഴ് സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട് പടക്കം പൊട്ടിച്ചിട്ട് പൂത്തിരി എത്തിക്കുന്നത് അതെ ലാസ്റ്റ് ഫൈറ്റ്. അല്ല അത് പിന്നെ എന്താണ്, കാരണം ഇപ്പോ ഇത് എഴുതിയിട്ടുള്ള ഒരാൾ എന്തായാലും അത്യാവശ്യം റീസെർച്ച് ചെയ്തിട്ടുള്ള മൂവി എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് ഒരു എന്തായാലും കഥ എഴുതിക്കാണ്ട് അതങ്ങനെ പടച്ചുവിടും. പക്ഷെ അത് ആളുകൾക്ക് എത്തുമ്പോ അല്ലേ നമ്മൾ ഓരോരുത്തരും അത് എങ്ങനെയൊക്കെ ഉൾക്കൊള്ളും എന്നുള്ളത് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മൂവി സക്സസ് ആയിട്ട് ഓടട്ടെ. ഇന്നലെ ഇപ്പൊ റിലീസായി. പിന്നെ ഇപ്പൊ തന്നെ മെയിൻ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡാറ്റാസ് എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളതാണ് ഈ പടത്തിൽ പറയുന്നത്. ചോദ്യം. അതായത് സാധാരണക്കാരെന്നല്ല, എല്ലാത്തിൻ്റെയും വിക്ടിം അല്ലെങ്കിൽ സാധാരണക്കാരാണ് ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ എല്ലാ കാറ്റഗറീസിലെ ആളുകളും എത്രത്തോളം ഇപ്പത്തെ നമ്മൾ ഈ ജീവിക്കുന്ന ടെക്നോളജി യുഗത്തിൽ എത്രത്തോളം സേഫ് ആണ്. ഓക്കെ ഏതായാലും ഞങ്ങൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇത് പടം വലിച്ചു നീട്ടുന്ന മാതിരിയാണെന്നാണ് കുറെ ആളുകൾ പറയുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ടൈപ്പ് ആണ്. അതെ വലിച്ചു നീട്ടാതെ നമ്മൾ പറയാ, നിങ്ങള് പോയി കാണുക. ഏതായാലും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒരു അഭിനയിച്ചിട്ടുണ്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ച പാടല്ലേ. അപ്പൊ എല്ലാരും പോയി കാണുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാ അല്ലെ. പറയാം. കുറെ വർഷങ്ങൾക്ക് ശേഷം അവര് ഒരുമിച്ചതല്ലേ. ലെജൻഡ്സ് ഓഫ് മലയാളം ഇൻഡസ്ട്രി അല്ലെ, ലെജൻഡ്സ് ഓഫ് മലയാളം ഇൻഡസ്ട്രി. അപ്പോ കുറെ പഞ്ച് ഡയലോഗും കുറെ ആക്ഷൻസ് മസാല അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോരുത്. അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻറ്റയർലി മാറ്റങ്ങളുണ്ട്, ഡിഫറെന്റ് ആണ്. പിന്നെ കുറച്ച് ഇപ്പൊ നയൻതാര അങ്ങനത്തെ കുറച്ചൊക്കെ ആക്ടേഴ്സ് ഉണ്ട് ഫെമിലിയർ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള, അവർക്കൊക്കെ കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് തോന്നി. ചെറിയ ഇത് എവിടെയാണ് പിന്നെ ഇത്രയും 3 മണിക്കൂർ. ഇതിന്റെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. പക്ഷെ ഒരു കോണ്ടന്റ് പറയാൻ അതങ്ങനെ കുറച്ച് അതാണ് ഈ പറഞ്ഞത് വലിച്ചു പറഞ്ഞത്. വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ കാണുക എന്താണ് കഥ, അവരെന്താണ് അതിലൂടെയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ മെസ്സേജസ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക ഏതായാലും അല്ലേ. എന്താ അല്ലെ, എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നമ്മളെ പോലത്തെ ആളുകളൊക്കെ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എന്നാലേ പിന്നെ ഇതുപോലെയുള്ള സിനിമകൾ നമുക്ക് വീണ്ടും അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബോളിവുഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇങ്ങനത്തെ മൂവികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതായത് ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് പടാണിത്, അതിലാകാണ് അത് വലിച്ചു നീട്ടി ഇതൊക്കെയാണ് പറയണത്. അപ്പോ ലോജിക്ക് അങ്ങനെ ഒരു പരിധിക്കപ്പുറം ലോജിക്കും എക്സ്പെക്ട് ചെയ്യരുത്. ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റലൈസ് എത്രത്തോളം പ്രാധാന്യമാണ് ഇക്കാലത്ത് എന്നുള്ളതാണ് അവർ പറയണത്. കാരണം ഒരു ഡിജിറ്റൽ കൊണ്ട് അല്ലെങ്കിൽ ഇത് ടെക്നോളജി കൊണ്ട് ആർക്കും എന്തും ലോകത്ത് നടക്കും എന്നുള്ളതാണ് അവർ ഒരു ഇതിൽ പറയുന്നത് അല്ലെ. ഞാൻ മനസ്സിലാക്കിയത് നമ്മളെ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പോയി കാണുക അല്ലെ. നമ്മളിപ്പോ 2 ദിവസമായില്ലേ ഇപ്പൊ പടം ഇറങ്ങിയിട്ട്. ഒന്നര കണ്ടു. ഏതായാലും നിങ്ങൾ എല്ലാരും പോയി കാണുക. സെറ്റല്ലേ? സെറ്റ്.